ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PCയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ EMRS അധ്യാപക സുഹൃത്തുക്കൾക്കും ഒരു നല്ല എക്സാംസ് ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വരിക. ടയർ 2ലേക്ക് നമുക്ക് നാളെ മുതൽ ക്ലാസ്സുകൾ, നാളെ അല്ല മറ്റന്നാൾ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് കൈകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം ലൈക്കും ചെയ്യുക. കാരണം വേറൊരു ഇതുള്ള ഒരു ചാനലല്ല ഇത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം അത് ലൈക്ക് ചെയ്യുക. അപ്പൊ യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലൂടെ എല്ലാവരിലേക്ക് ഇത് എത്തട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കൊടുത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുത്ത് മാറിപ്പോയി, അല്ലെങ്കിൽ ഞാൻ KVS മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ള NVS കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരമായിട്ട് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മാക്സിമം എല്ലാവരിലേക്കും, ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. നമുക്ക് NVSന്റെ ഒരു റീ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ചില പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻസ് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതനുസരിച്ച് നിങ്ങൾക്ക് പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കറക്ഷൻ വിൻഡോ നമുക്ക് തന്നിട്ടുണ്ട്. KVS കറക്ഷൻ വിൻഡോ തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷനുണ്ടായ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി, അത് എല്ലാ പോർഷൻസും ഇല്ല, നമ്മുടെ ജനറൽ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ജനറൽ ഡീറ്റെയിൽസ് തിരുത്തുന്നതിനുള്ള അവസരമില്ല. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പോസ്റ്റോ ക്വാളിഫിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള അവസരം നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ റെഫറൻസ് ടു പബ്ലിക് നോട്ടീസ് ആൻഡ് കൊറിയാണ്ടർ 2 ഡേറ്റഡ് ഫോർ December 2025 റിഗാർഡിംഗ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 1/2025 ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഇൻ കേന്ദ്രീയ വിദ്യാലയ സംഘടന ആൻഡ് NVS നവോദയ വിദ്യാലയ സമിതി. The application who have already completed online application processes on the portal including fee payment are hereby informed that the facility to submit online application for any post either in KB or NV which was not allowed earlier due to difference in qualifications is now available on the online application portal up to 15 December 2025 11:59. അതായത് 15-ാം തീയതി തിങ്കളാഴ്ച 11:59 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, കറക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കറക്ഷൻസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളെ ക്വാളിഫിക്കേഷനിലോ കൊടുത്ത പോസ്റ്റിലോ ഒക്കെ വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി കൊടുത്തതിലെ വ്യത്യാസങ്ങൾ അതൊന്നും തിരുത്താൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരുത്താം. ഓക്കെ, അപ്പം 15-ാം തീയതി വരെയാണ് നമ്മുടെ തെറ്റ് തിരുത്താനുള്ള സമയം തന്നിരിക്കുന്നത്. KVS NVS ഒക്കെ. ഓക്കെ, ഒരുപാട് പേർക്ക് അപ്ലൈ ആയിരുന്നു. ഹിന്ദി, TGT സയൻസ്, PET, ഒരുപാട് പേർക്ക് പുതിയ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യായിരുന്നു. 11-ാം തീയതി വരെ ആയിരുന്നു അത് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 11th വരെ ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്വാളിഫിക്കേഷൻ മാറിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ല എന്നുള്ള കാര്യമാണ്. എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. 15-ാം തീയതിയാണ് തന്നിരിക്കുന്നത്. അപ്പം ആ 15-ാം തീയതി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു 15 ഡേയ്സ് പ്ലസ് 25 ഡേയ്സ് ആണ്. പിന്നെ എക്സാമിന് 25-ാം ദിവസം എക്സാംസ് ഉണ്ട്. ജനുവരി 10th and 11th 2 ഡേറ്റിലായിട്ടാണ് എക്സാം. ഒരു ഡേറ്റിൽ ടീച്ചിങ് പോസ്റ്റും അടുത്ത ഡേറ്റിൽ നോൺ ടീച്ചിങ് ആണ്. അത് ഏത് ഡേറ്റിൽ ഏത് എക്സാം എന്നുള്ളത് പിന്നീട് അവർ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 25 ഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡൗട്ട്സ് ഉണ്ട്. എല്ലാവരും പറയുന്നു ചിലപ്പോൾ ഒരു പക്ഷേ എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത് ഒരു കിംവദന്തി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കണക്കാക്കേണ്ട. നമ്മൾ ഈ ജനുവരി 10th 11th എന്നുള്ള ഒരു ഡേറ്റ് വെച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ EMRSന്റെ കൂടെ KVS എഴുതുന്നവർക്ക് എല്ലാം സെറ്റാണ്. അവരെ റിവൈസ് ചെയ്താൽ മതി. ബാക്കി പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കണം. ലൈവ് സെഷൻസ് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എല്ലാത്തിനും റെക്കോർഡ് കിട്ടും. ബട്ട് ലൈവ് സെഷനിൽ ഇരുന്ന് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു 10-25 ദിവസം നിങ്ങൾ അതിനുവേണ്ടി ഇതേന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇപ്പൊ EMRS പോയതുപോലെ അവർ ചെയ്യുന്നത് പോലെ സുഖമായിട്ട് നമുക്ക് ടയർ 1 ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിൽ ടയർ 1 വരുന്നത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയും ആൻഡ് റീസണിംഗ് ആണ്. 120 മാർക്കാണ് അതിന് വരുന്നത്. 20, 40 ചോദ്യങ്ങൾ. 12, 120 ഒരു ക്വസ്റ്റിന് ഒരു ചോദ്യത്തിന് 3 മാർക്കാണ്. അപ്പൊ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അത് പഠിക്കുമെന്ന് മാത്രമല്ല, അത് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതൊരു ബാങ്ക് മോഡലോ മറ്റു മോഡലൊന്നും അല്ല. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്, ചെയ്ത് പഠിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും ജനറൽ അഫയേഴ്സും നിങ്ങളെ ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും പിന്നെ ICT അതും അത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് ടയർ 1 KVSന്റെ സിലബസിനെ കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി ആണെന്നും റീസണിംഗ് ആണെന്നും ICT ആണെന്നും ഇംഗ്ലീഷ് ആണെന്നും മലയാളം ഓർ ഹിന്ദി ആണെന്നും ജനറൽ അഫയേഴ്സ് ആണെന്നും കറണ്ട് അഫയേഴ്സ് ആണെന്നൊക്കെ ഉള്ള ആ കാര്യം വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ടൈമിലെ ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മൊറോവർലി എല്ലാ റീസണിംഗ് സെഷനും എല്ലാ
ന്യൂമറിക്കൽ എബിലിറ്റി സെഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പറ്റും. അപ്പൊ അതിന് സമയം കുറവാണ് നമുക്ക്, പക്ഷേ മാക്സിമം നമുക്ക് ഒരു 1-2 ആഴ്ച കൊണ്ട് തീർത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫുൾ റിവിഷൻസ് ആരംഭിക്കുകയും വേണം. ഓക്കെ, ജോയിൻ ചെയ്തിട്ടുള്ളവർ കേൾക്കുക. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് 7736750473 പറയുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് മെസ്സേജ് വഴിയോ അല്ലാതെ കോൺടാക്ട് ചെയ്യാം. വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഇതിന് KBക്കും NBക്കും SSCക്കും ഒക്കെ എടുക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 10-15 മണിക്കൂർ ക്ലാസ്സസ് ഉണ്ട് ലൈവ് നമുക്ക് ഡെയിലി എല്ലാ ദിവസവും. അതോടൊപ്പം തന്നെ അതിന്റെ ഫുൾ നോട്ട്സുകൾ, ഫുൾ PYQ, പ്രാക്ടീസ് സെഷൻ, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസുകൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1,00,000-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. അതുപോലെ 1500 മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നിങ്ങൾ OMR ഷീറ്റ് വാങ്ങിച്ച് എഴുതി ചെയ്ത് പഠിച്ചു തുടങ്ങണം. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ പറയുന്ന നമ്പറിൽ 7736750473 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ. അതുപോലെ തന്നെ CTET-ന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയും ചെയ്യും. CTET ഓക്കെ, CTET 18-ാം തീയതി വരെ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ തിരുത്താൻ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തൽ നടത്തുക. 2 ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി നാളത്തെ എക്സാം അപ്പിയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ആശംസകൾ നേരുന്നു, ബെസ്റ്റ് വിഷസ് നേരുന്നു, ഗുഡ് ലക്ക് നേരുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.